ദോഹയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അതൃപ്തി അറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം സംസാരിച്ചു. ആക്രമണം നേരത്തെ അറിയിച്ചില്ല എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സോന സുരേഷ് ചേരുന്നുണ്ട്. സോന, ട്രംപും നെതന്യാഹുവും തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടാവുകയും അതിൽ ഈ ഇസ്രായേലിന്റെ ദോഹയിലെയും ഖത്തറിലെയും ആക്രമണത്തിൽ വലിയ അതൃപ്തി അമേരിക്ക അറിയിക്കുകയും ചെയ്തു എന്നാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഏറ്റവും വലിയ പങ്കാളികളിൽ ഒരാളാണ് ഖത്തർ. അമേരിക്കയുടെ യുദ്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എയർ ബേസുകൾ സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. ആ ഖത്തറിന് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു അതൃപ്തി ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ അതിൽ ട്രംപിന്റെ ഈ ഒരു നിലപാടിനെതിരെ ഇസ്രായേൽ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്താണ്? ഈ ആക്രമണം മുൻകൂട്ടി അറിയിച്ചില്ല മുതലായ കാര്യങ്ങളിൽ ഇസ്രായേലിന്റെ നിലപാട് എന്താണ്? അതിൽ തീർച്ചയായും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് സംസാരിക്കുന്നു. അതിനുശേഷമാണ് ആക്രമണം നേരത്തെ അറിയിച്ചിരുന്നില്ലെന്നും ബുദ്ധിപരമായ നീക്കമായിരുന്നില്ല ഈ ഒരു ആക്രമണം എന്ന് തന്നെയാണ് ട്രംപ് വിമർശിച്ചിരിക്കുന്നത്. അതിനൊരു മറുപടിയായിട്ട് നെതന്യാഹു പറയുന്നത് കുറഞ്ഞ സമയം മാത്രമാണ് തനിക്ക് ആക്രമണത്തിനായി ലഭിച്ചതെന്നൊരു മറുപടിയാണ് നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ചൊവ്വാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും ദോഹയിലെ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകനും സഹായികളിൽ ഒരാളും കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആക്രമണത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഖത്തറും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ആക്രമണം ഭീരുത്വമാണെന്നും തങ്ങളുടെ പരമാധികാരത്തിൻ്റെ ലംഘനമാണെന്നുമാണ് ഖത്തർ അമീർ പറഞ്ഞിരുന്നത്. അതേസമയം ആക്രമണത്തെക്കുറിച്ച് ഖത്തറിന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയ എന്നൊരു പ്രസ്താവനയും ട്രംപ് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുകയും എന്നാൽ ഇങ്ങനെയൊരു വാദം നേരത്തെ തള്ളിക്കൊണ്ടായിരുന്നു ഖത്തർ പ്രതികരിച്ചിരുന്നത്. അതിനിടയിലാണ് പുതിയൊരു വിവാദവുമായി ട്രംപ് എത്തിയിരിക്കുന്നത്. നേരത്തെ ഇസ്രയേലി ആക്രമണം തങ്ങളെ അറിയിച്ചില്ല, ബുദ്ധിപരമായ നീക്കമായിരുന്നില്ല എന്നീ കാര്യങ്ങളാണ് ട്രംപും അപ്പം മുന്നോട്ട് വയ്ക്കുന്നത്. അതുല്യ. ശരി സോന, എന്തായാലും ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പിന്തുണയ്ക്കുന്ന ആളുകളിൽ ഒരാളാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്ക തന്നെ ഇപ്പോൾ ഈ ഖത്തറിൽ നടത്തിയ ആക്രമണം ഒട്ടും ബുദ്ധിപരമായിരുന്നില്ല, ആ ആക്രമണം വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഈ ആക്രമണങ്ങളിൽ ഒട്ടും തന്നെ ഖേദിക്കുന്നില്ല, ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് സോന സുരേഷാണ്.